നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഈ പഴവർഗ്ഗങ്ങളെക്കുറിച്ച് ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഈ വവ്വാലുകൾ പഴം തീനികളായിട്ടുള്ള വവ്വാലുകളാണ് ഈ രോഗവാഹകർ. ഇതിൻ്റെ ഈ നിപ്പ വൈറസിൻ്റെ വാഹകർ. ആ പഴം തീനികളായ വവ്വാലിൻ്റെ വിസർജ്യങ്ങളിലൂടെയും സ്രവങ്ങളിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. അത് പഴംതീനികളായ വവ്വാലുകൾ പഴം കഴിക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ സ്രവങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിക്കുന്ന മനുഷ്യർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കണം. അതായത് വവ്വാലോ മറ്റോ കടിച്ച പഴങ്ങൾ, കടിച്ച് നിലത്ത് കിടക്കുന്ന പഴങ്ങൾ നേരിട്ടെടുത്ത് കഴിക്കരുത് എന്നുള്ള പറയാനുള്ള പ്രധാന കാരണം അതാണ്. അതുപോലെ ഈ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കഴിക്കുക. അതുപോലെ അതിൻ്റെ കഴിവതും തൊലി ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം കഴിക്കുക. ഇത്തരം മുൻകരുതൽ എടുക്കുന്നതിലൂടെ നമുക്ക് അഥവാ എന്തെങ്കിലും സാധ്യത ഈ പഴവർഗ്ഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് നിപ്പ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ. പിന്നെ മറ്റു മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും മറ്റു മാർഗ്ഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് ഇത് പകരാനുള്ള സാധ്യത കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പഠനങ്ങൾ നടക്കുന്നുണ്ട്. പല വിധത്തിലുള്ള പഠനങ്ങൾ ICMRന്റെ നേതൃത്വത്തിലും NIV പൂനെയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലൊക്കെ നിരവധി പഠനങ്ങൾ നേരത്തെയും നടത്തിയിരുന്നു. പലതും നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഫോളോ അപ്സ് ആവശ്യമുണ്ട്. അത് എന്തായാലും ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം, രോഗപകർച്ചാ കാരണം കണ്ടെത്തി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ അതേസമയം ഇതൊരു വലിയൊരു ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ രീതിയിലേക്ക് നമുക്കതിനെ പർവ്വതീകരിക്കേണ്ട കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഒരു നല്ല രീതിയിലുള്ള ജാഗ്രതയും കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജാഗ്രതയും മുൻകരുതൽ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഒരു മുൻകരുതൽ സ്വീകരിക്കുക. പിന്നെ ഇത്തരം പഴന്തീനി വവ്വാലുകൾ കടന്നുകൂടിയിട്ടുള്ള ഇടങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും അടച്ച ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗോഡൗണിൻ്റെ കാര്യം. അതിൽ തീർച്ചയായിട്ടും ഇത്തരം വവ്വാലുകളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ, അതിൻ്റെ വിസർജ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുള്ള രോഗപകർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകും. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതിൽ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ എന്തെങ്കിലും സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജുകൾ പോലെ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് തന്നെ പോകേണ്ടി